സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ ഐക്യരാഷ്ട്രസഭാ പ്രസംഗത്തിന്റെ രജത ജൂബിലി പുരസ്കാര വേളയിൽ മന്ത്രി സജി ചെറിയാൻ അമ്മയോട് കാണിച്ച സ്നേഹവും ആദരവും മന്ത്രിക്കെതിരെ ആയുധമാക്കിയവർ മഠത്തെയും ലക്ഷ്യമിടുന്നു. ആരോഗ്യ, വിദ്യാഭ്യാസ, ശാസ്ത്ര, സാങ്കേതിക മേഖലകളിൽ മഠം നടത്തുന്ന ഫലപ്രദമായ ഇടപെടലുകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിലാണ് നിക്ഷിപ്ത താൽപര്യക്കാരുടെ കൃത്യമായ അജണ്ടയോടെയുള്ള ഗൂഢനീക്കം. ഇതിനായി മാധ്യമധർമ്മത്തെക്കുറിച്ച് അശേഷം വ്യാകുലതയില്ലാതെ റേറ്റിംഗും റീച്ചിങ്ങും മാത്രം ലക്ഷ്യമിടുന്ന ഒന്നോ രണ്ടോ ചാനലുകൾ ബോധപൂർവം പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. തെളിവുകളില്ലെന്ന് കണ്ടെത്തി കോടതി തന്നെ തള്ളിക്കളഞ്ഞ കേസ് പോലും ഉയർത്തിക്കാട്ടിയാണ് മഠത്തിനെതിരെ ഈ മാധ്യമങ്ങൾ നീങ്ങുന്നത്. കോടതികൾ തള്ളിക്കളഞ്ഞ കേസുകൾ പോലും അപകീർത്തികരമാണോ എന്ന പരിശോധന നടത്താതെ കൃത്യമായ എഡിറ്റോറിയൽ സംവിധാനമുള്ള മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാനാകില്ലെന്ന് സാമൂഹിക നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ വ്യക്തമാക്കിയ ഈ സാഹചര്യത്തിൽ മഠത്തിനെ ലക്ഷ്യമാക്കിയുള്ള ഇത്തരം വാർത്തകൾക്ക് ഗൂഢ ഉദ്ദേശമുണ്ടെന്ന് സംശയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് സത്നാം സിംഗ് എന്ന വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറേയധികം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് ആൾക്കാർക്കെല്ലാം മനസ്സിലായതിനു ശേഷവും അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ മരണം നടന്നിരിക്കുന്നത് ആശ്രമത്തിലല്ല എന്നും അത് പോലീസ് കസ്റ്റഡിയിൽ അഥവാ സ്റ്റേറ്റിന്റെ കസ്റ്റഡിയിൽ വെച്ചാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരൊന്നും തന്നെ ബോധേഡല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, ഇതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷാ പ്രോട്ടോകോളിലോ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളിലോ ഒന്നും തന്നെ അവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന ഒരാളിന്റെ കാര്യത്തിൽ ആശ്രമത്തിന് യാതൊരു വിധത്തിലുള്ള പങ്കും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അന്ന് എന്ത് ക്യാമ്പയിനാണോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് തന്നെ ഇപ്പോഴും ഉപയോഗിക്കുകയാണ്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണ സംഘമോ കോടതിയോ ഒന്നും തന്നെ ആശ്രമത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായതായിട്ട് നാളിതുവരെ പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇഗ്നറന്റ് ആയിട്ടുള്ള ഒരു സാധാരണക്കാരന് ഈ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അയാളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ കളക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു എഡിറ്റോറിയൽ ബോർഡുള്ള എല്ലാ നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം ഇതേ ആരോപണങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്ന് പറയുമ്പോൾ വളരെ ടാർഗറ്റഡ് ആയിട്ട് പർപ്പസ്ഫുള്ളി ചെയ്യുന്ന നീചമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാത്രമേ നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം ഒരു മാധ്യമ സ്ഥാപനത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഒരു വ്യക്തിയുടെ കാര്യമല്ല, മറിച്ച് ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ആൾക്കാർ അതിലുണ്ട്. അതിനൊരു എഡിറ്റോറിയൽ ബോർഡുണ്ട്, ഒരു പോളിസി ഉണ്ട്, അവർക്ക് ഒരു ഫാക്ട് വെരിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട്, അവർക്കൊരു ലീഗൽ സെല്ലുണ്ട്. അപ്പൊ അവരൊരു കാര്യത്തിൽ ഒരു ആരോപണം, പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ആരോപണം, ആ ആരോപണത്തിനെ വീണ്ടും അവർക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുമ്പോൾ അതിന്റെ വസ്തുതകൾ എന്തായിരുന്നു എന്ന് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ അവന്യൂസും എല്ലാവിധ റിസോഴ്സസും അബൻഡന്റ് ആയിട്ട് ലഭിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഒരു മാധ്യമ സ്ഥാപനമാണ്. അങ്ങനെയുള്ള മാധ്യമ സ്ഥാപനം വളരെ ടാർഗറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ, അതും ഇങ്ങനെ ഒരു സമയം അതിനു വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ഒന്ന്, അവർക്ക് അമ്മയ്ക്ക് കിട്ടുന്ന ആഗോള അംഗീകാരത്തിൽ അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ട്, അതുകൊണ്ട് തന്നെ അമ്മയുടെ കീർത്തിയെ ഏതെങ്കിലും രീതിയിൽ കളങ്കപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം ഇപ്പൊ ഈ പഴയ കാര്യങ്ങളെല്ലാം റീപർപ്പസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കലായിട്ടാണെങ്കിലും മറ്റേതെങ്കിലും തരത്തിലാണെങ്കിലും അമ്മയ്ക്കൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഗൂഢചിന്ത അതിന് പിന്നിലുണ്ട്.